ഫിലിപ്പ്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. വളരെ പ്രത്യാശ നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു വാക്യമാണ്. അനേക മനുഷ്യർ ഇന്ന് വിവിധമായ ആശങ്ക മൂലം, പലവിധമായ ആകാംക്ഷകൾ മൂലം, സമ്മർദ്ദം മൂലം അലഞ്ഞു തിരിഞ്ഞ് വളരെ വ്യഥയിലൂടെ ജീവിക്കുമ്പോൾ ഈ വാക്യങ്ങൾ വളരെ ആശ്വാസകരമായി തോന്നിയെന്ന് വരാം. പക്ഷേ ഇതെങ്ങനെ സാധ്യമാകും? ഇത് എഴുതുന്ന വ്യക്തി, എഴുതുന്ന സാഹചര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസാണ് ഈ വാക്കുകളിലൂടെ കുറിച്ചിരിക്കുന്നത്. താൻ കാരാഗ്രഹത്തിലായിരുന്നു എന്നാണ് ഈ പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. കാരാഗ്രഹത്തിൽ വളരെ സമ്മർദ്ദങ്ങളുടെ മധ്യേ വാളിൻ്റെ ഈർച്ചവാളിൻ്റെ ആ ശബ്ദം കേൾക്കാൻ കഴിയും, നിലവിളികൾ കേൾക്കാൻ കഴിയും. ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെ സന്തോഷിപ്പാൻ കഴിയും എന്നുള്ളത് ആണ് അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് സന്തോഷിപ്പാനൊരു കാര്യമുണ്ട്. കാരണം താൻ ഒരിക്കൽ സഭയെ ഉപദ്രവിച്ച് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവ് നേരിട്ട് വിളിച്ച് കർത്താവിൻ്റെ ഉത്തമമായ ഒരു ശുശ്രൂഷയിലാക്കിയിരിക്കുകയാണെന്നുള്ള ബോധ്യമാണ് തന്നെ ഒന്നാമത് ഭരിക്കുന്നത്. അതുകൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവസന്നിധിയിൽ തനിക്ക് സന്തോഷിപ്പാനായിട്ട് കഴിയും. തനിക്ക് വലിയ പ്രത്യാശയാണ് ആ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലവിധമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ. ഞാൻ ആഗ്രഹിച്ച ജോലി ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. ഞാൻ ആഗ്രഹിച്ച ഒരു പഠനത്തിനുള്ള അഡ്മിഷൻ എനിക്ക് കിട്ടിയില്ലെന്ന് വരികയില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ ഒരു പക്ഷേ താമസം വന്നെന്ന് വരാം. പലവിധമായ കാരണങ്ങളുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ മനം തളർന്നു പോകുന്നത് പലപ്പോഴും അത് ഒരു അവിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം ചിന്തിക്കാൻ കഴിയും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മനുഷ്യൻ ബലഹീനനാണ്. എന്നാൽ ഇതിന് കാരണം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് എന്ന് പറയാൻ കാര്യം, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോവുകയാണ്. എന്താണെന്നറിയാമോ? ഇവിടെ വായിക്കുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്നാണ്. ഈ ജീവിതത്തിൻ്റെ സമ്മർദ്ദവും ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളും ഒക്കെയും നമ്മെ സൗമ്യരാക്കി തീർക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വരികയാണ്, ഒരു പക്വതയിലേക്ക് നമ്മൾ വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ പല വാക്യങ്ങൾ അതിനെ ബലപ്പെടുത്തുന്നതായിട്ടുണ്ട്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 5-ാം അധ്യായത്തിൽ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നെന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നുവെന്ന. അപ്പോൾ കഷ്ടത, സഹിഷ്ണുത, ജീവിതത്തിൽ സഹിക്കാൻ വയ്യാത്തത് സഹിച്ചു പോകാനുള്ളൊരു ശീലം നമ്മുടെ ഉള്ളത്തിലുണ്ടാക്കും. മാത്രമല്ല, സിദ്ധത എന്നുള്ള വാക്ക് അത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവ ശൈലിയാണ്. എൻ്റെ സ്വഭാവത്തിൻ്റെ രീതികൾക്കൊരു മാറ്റം ഉണ്ടാകും, ക്യാരക്ടറിന് മാറ്റം ഉണ്ടാകും. വിശ്വാസത്തോട് വീര്യം എന്ന് പറയുന്ന പോലെ, വീര്യം നിലത്തിൻ്റെ വീര്യം പോലെ തന്നെ, ഭൂമിയുടെ വീര്യം പോലെ തന്നെ മനുഷ്യൻ്റെ വീര്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ഗുണത്തിൻ്റെ ഡെവലപ്മെൻറ്റാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ
ഇത് പ്രശംസ ഉളവാക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ സംബന്ധിച്ച് ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. തുടർന്ന് നാം വായിക്കുന്നത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നുള്ള. അതുകൊണ്ട് ഈ ക്ലേശവും ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കാണേണ്ടത് കർത്താവിൻ്റെ വരവ് സമീപത്തായിരിക്കുന്നു. അതുകൊണ്ട് ഇത് അധികം നാളില്ല. ഒന്നിയിൽ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം, അതിനുള്ള ന്യായവിധി നടത്തും, നമുക്ക് പ്രതിഫലം തരും. മാത്രമല്ല നമ്മളുടെ ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും അധികം നാളിങ്ങനെ നീണ്ടുപോവുകയില്ല എന്നാണ് ഓർപ്പിക്കുന്നത്. കർത്താവിൻ്റെ വരവ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എന്ന കാര്യം ആണ് ഇവിടെ എഴുത്തുകാരൻ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നിവിടെ വീണ്ടും പറയുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുതെന്നല്ല, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരമെന്ന് പറഞ്ഞാൽ ആകുലരായി ഒരു കാര്യം നടക്കുമോ നടക്കില്ലയോ എന്ന് സംശയം നമ്മുടെ ഉള്ളത്തിലുളവാകുന്ന. എന്നാൽ ദൈവത്തിന് വചനം പറയുന്ന വിശ്വാസത്തോടുകൂടെ അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല എന്നാണ്. വിശ്വാസത്തോടുകൂടെ ഉള്ള നമ്മുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ വിശ്വാസം നമുക്ക് ദൈവത്തിലുണ്ടാകണം. ദൈവാശ്രയത്തിലുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നിർമ്മല ദൈവത്തോട് അടുക്കുന്നവർക്ക് എല്ലാം സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നൊരു ശരീരത്തിനായിക്കൊണ്ടും ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നീ വിചാരപ്പെടരുത്. ആകാശത്തെ പറവുകളെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടിവെക്കുന്നുമില്ല. എന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു എങ്കിൽ നിങ്ങൾ അവയേക്കാൾ വിശേഷതയുള്ളവയല്ലയോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെയും പറയുന്നത്, വയലിലെ പൂവിനെ നോക്കി അതിനെ എങ്ങനെ അണിയിക്കുന്നു, ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിൽ അവയിൽ ഒന്നിനോടും ചമഞ്ഞിരുന്നില്ല എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ തൻ്റെ മക്കളോട് ബന്ധത്തിലുണ്ട്. ആദ്യം അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും അവൻ നൽകാം എന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടിരിക്കുകയാണ്. 3 കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ നമ്മളെക്കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ്? എല്ലാറ്റിലും നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കണം. പ്രാർത്ഥന അത് പൊതുവെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ ഞാൻ അടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാത്തിനും പ്രാർത്ഥന എന്നുള്ള വാക്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ആരാധനയുടെ ഭാഗമാണ്. പ്രാർത്ഥന എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവനെക്കുറിച്ചുള്ളൊരറിവാണ്. അവനെക്കുറിച്ച് ആ ശക്തിയുള്ളവനെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഒന്നാമത് അതാണ് പ്രാർത്ഥനയ്ക്ക് നമ്മൾ ദൈവസന്നിധി സമീപിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. തുടർന്നാണ് അപേക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ അത് സ്തോത്രത്തോടെ അറിയിക്കണം. കഴിഞ്ഞ നാളുകളിൽ ലഭിച്ച നന്മകളെ നാം മറക്കരുത്. ദൈവം എങ്ങനെയാണ് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് നന്മ ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് സ്തോത്രത്തോടുകൂടെ പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ സാധ്യമായി കിട്ടിയാൽ പിന്നീട് നാം സ്തോത്രം ചെയ്യുന്ന പരിപാടിയില്ല, നന്ദി പറയുന്ന കാര്യമില്ല. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വേണം നാം നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുവാൻ എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. മാത്രമല്ല തുടർന്ന് നമ്മൾ വായിക്കുന്നത്, തുടർന്ന് നാം കാണുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം എന്നാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമുക്ക് നൽകും. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോടുള്ള ശത്രുത മാറി. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുന്നത്, റോമാലേഖനത്തിൽ 5 വായിക്കുന്നത്, ദൈവത്തോടുള്ള സമാധാനമുണ്ടെന്ന് മാത്രമല്ല നാം ദൈവത്തോടും സമാധാനം, നമ്മുടെ ജീവിതത്തിലും സമാധാനം ലഭിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, സകല ബുദ്ധിയെയും കവിയുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് പോലെയുള്ള ഒരനുഭവമായിരിക്കണമെന്നില്ല നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ ഒരുപക്ഷേ ഒരു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ദൈവം നമ്മെ അയക്കുന്ന വേറൊരു രാജ്യത്തിലേക്കായിരിക്കും. കാരണം ദൈവത്തിനറിയാം ഏതാ നല്ലതെന്ന്. എൻ്റെ ബുദ്ധിക്കപ്പുറമായ കാര്യമാണ് ദൈവം പ്രവർത്തിക്കുന്നത്.
ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു ശത്രുവിന് സംഹാരം ഉണ്ടാകണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ പ്രവർത്തിക്കുന്ന ആ രീതിയിലല്ലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴികൾ നമ്മളുടെ ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന പോലെയല്ല. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം എല്ലാം നന്നായി ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 11 ദിവസം വഴി ദൂരമേ ഉള്ളൂ കനാൻ ദേശത്തെത്താൻ. പക്ഷേ അവരെ ചുറ്റി നടത്തിയെന്നാണ്. കാരണം അവർ യുദ്ധം കണ്ട് ഭയപ്പെടുമെന്ന് വിചാരിച്ചു. അവർ അത്ര പക്വത ആയിട്ടില്ലായിരുന്നു അവർക്ക്. അതുകൊണ്ട് ദൈവം അവരെ മരുഭൂമിയിൽ കൂടെ നടത്തി 40 വർഷം നടക്കേണ്ടി വന്നത് അവരുടെ അവിശ്വാസം മൂലമാണ്, അവരുടെ പിറുപിറുപ്പ് മൂലമാണ്. എന്നാൽ ദൈവം അവർക്ക് വേണ്ടതെല്ലാം വഴിയിൽ കൊടുത്തു. ദൈവമക്കൾക്ക് എല്ലാം അവരുടെ ആവശ്യമായിരിക്കുന്ന എല്ലാം ദൈവം അതാത് സമയങ്ങളിൽ തരാൻ മതിയായവനാണ്. അവനിൽ ശരണപ്പെട്ട് അവനിൽ ആശ്രയിച്ച് ജീവിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഭാഗം ഞാൻ സമർപ്പിക്കുകയാണ്. എപ്പോഴും സന്തോഷിപ്പീൻ. ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കാൻ, ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ ഇടവരട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.